തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലിച്ച് മറ്റുള്ളവരെ കൂടി ഉണർത്തല്ലേ. അയ്യോ, ഭാഗ്യം ആരും ഉണർന്നില്ല. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞ്. ഐ ആം ട്രാപ്ഡ്. എന്ത് ചുമയത്? മിക്കവാറും ചുമക്കേണ്ടി വരും. ഇത്ര വെള്ളം അനക്ക് പോയി എടുത്തു. എന്നാ പിന്നെ അയാളെ കൊണ്ട് എടുപ്പിച്ചാൽ പോലെ. ക്ഷയം വല്ല ആണോ? ആ, ബാലക്ഷയോ എന്നാ തോന്നണം. ചേട്ടാ വെള്ളം കുടിച്ചോ. സാറേ, സാർ വേണ്ട, വെള്ളം വേണ്ടേ സാർ? പോലീസിനെ വിളിക്കണ്ട. ഇത് നിധിയിലേക്കുള്ള വഴികാട്ടിയ. ഇവിടുന്ന് മൈസൂരിലേക്ക് പോകും വഴി നാഗഹള്ളി. അവിടുന്ന് തെക്ക് പടിഞ്ഞാറ് 8 മൈല് പോയ ഉള്ളിക്കുട്ടെ പാറക്കെട്ട്. പിന്നെല്ലാം ഭാഗ്യം പോലെ. അതൊക്കെ പിന്നെ അവിടെ ആദ്യം ആശുപത്രി പോവാം. എനിക്ക് ഒന്ന് പെട്ടെന്ന് വരണേ. മരിക്കാൻ പോകുന്നവന്റെ വാക്ക് പൊള്ളയാവില്ല. ഇതാവാൻ വിധി. നിങ്ങളത് കണ്ടെത്തണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. സാറേ, ചുമച്ച് ചുമച്ച് ആകെ വയ്യാതായി. വേഗം എസ് ഐ വിളിക്കാം. ആശുപത്രിയിൽ കൊണ്ടുപോകും. നിങ്ങൾ അവിടെ പോയി കിടക്കണം. പേപ്പേഴ്സ് എല്ലാം ശരിയല്ലേ? ഞങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. യു ക്യാൻ ടേക്ക് ദം. രാമേന്ദ്ര, ആ പിള്ളേരെ ഇറക്കൂടെ. താങ്ക് യു സർ. ഇറങ്ങി വാ, നിങ്ങൾക്ക് ജാമ്യമായി. ആ അമ്മാവനെങ്ങനുണ്ട്? ഓ, അയാള് ചത്തു. വെളുപ്പിന് ആശുപത്രി വെച്ചാ. നിങ്ങൾ വാ. ഇനി നിധി എനിക്ക് മാത്രം സ്വന്തം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, അതിങ്ങ് തരൂ. എന്താണ് ഇവിടെ സ്ഥിരതാമസക്കാരുടെ പരിപാടി? ഇറങ്ങി വേടാ. Once upon a time in a small little place there were 3 little guys called Sanky, Becky, Ryan. The statue, carved in gold and precious stone, is believed to have been buried in one of the Sultan's own hideouts somewhere near Mysore. മൈസൂർ നടത്തിയതോ കാട്ടിൽ. വില്യം ലോഗന്റെ മലബാർ മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ പറഞ്ഞ നിധിയെക്കുറിച്ച്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നും കടത്തി മാറ്റിയത് തന്നെയാണ് ഈ വിഗ്രഹം. അല്ല സാർ, ഈ വിഗ്രഹത്തിനെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും ഈ ആർക്കെങ്കിലും കിട്ടിയതായിട്ടോ കണ്ടെത്തിയതായിട്ടോ? പണ്ട് തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉൾപ്പെടെ പലരും അന്വേഷിച്ചു പോയ കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കെങ്കിലും അത് കിട്ടിയതായിട്ടുള്ള ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ണിക്കൊരു കൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടോ? അതിന് മറ്റു രണ്ടുപേരും സമ്മതിക്കണ്ടേ അല്ലേ? അവരും വന്നിരുന്നു ഇതേ സംശയമായി. ഒന്നും പയറ്റി നോക്കടോ. ഇന്നും അതവിടെ ഉണ്ടെങ്കിലോ, നിങ്ങൾക്കത് കണ്ടെത്താൻ ദൈവാധീനമുണ്ടെങ്കിലോ, ജസ്റ്റ് ട്രൈ. താങ്ക് യു സർ. നിധിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഞാൻ തന്നെ പോയി എടുത്തോളാം. On your mark. ഒന്ന് വേഗം ഫില്ല് ചെയ്യണ്ട ബ്രദർ. വേഗം കയറിക്കോ. ഷൂട്ടിംഗ് എന്നും പറഞ്ഞിറങ്ങിയ വേഗം വന്ന് കേറ്. എന്താടാ? ഗുഹയിൽ നിധി എടുക്കാൻ പോയിരിക്കാം. മൈസൂരിനടുത്താന്ന് കേട്ടെ. ഗുഹയിൽ നിധിയോ? ഉറപ്പാണോ? അവന്മാരത് കൈക്കലാക്കുന്നതിന് മുമ്പ് എനിക്കത് കൈക്കലാക്കണം. ആഞ്ജനേയ, ഗുഹയിൽ നിധി, മഹാലക്ഷ്മി.
ഹലോ ബ്രദേഴ്സ്, നമ്മുടെ ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് ഒരു പരസ്പര ധാരണയോടെ മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത്? കിട്ടുന്നത് 3 പങ്ക്. ഒന്ന് പോടാ, ആദ്യം എത്തുന്നവന് മുഴുവനും. അപ്പൊ ഗുഡ് ലക്ക് പാലകളെ. അയ്യഞ്ചു മഞ്ചു മുതൽ എൻ 3 കൊഞ്ചു മതി, ഐകുഞ്ചൻ 7 മത, 6 മതി, ചോട് 2 മതി, 2 തത്വമതി, മേവുന്നു നാദഹരി നാരായണായ. നിധി ശ്ലോകം മനഃപ്പാടമാക്കിയതുകൊണ്ട് അതിലുള്ളതെല്ലാം ഞാൻ സംഘടിപ്പിച്ചു. എനിക്ക് പരിചയമുള്ള 3 രഞ്ജുവും ദാ കിടക്കുന്നു. ഇനി കുഞ്ചൻ. മൂന്ന്, 4, 5. ദിവാരണന്റെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശകലം ചീഞ്ഞതാ, തുടരുത്. ഇത്തിരി വേവ് കൂടുതലാണ്, എന്നാലും നല്ല അരിയ. ശ്ലോകത്തിൽ പറഞ്ഞതെല്ലാം ഉണ്ട്, എന്നാലും പറ ഇതെന്ത്? മഞ്ച്. എത്ര എണ്ണം? 5 മഞ്ച്. ഇത് 3 കൊഞ്ച്. ഇത് 6 തന്റെ പേര്? കുഞ്ചൻ. കുഞ്ചൻ. ഇനി പറ, നിധി എവിടെ? നിധിയോ? പറയാൻ നിധി എവിടെ? എന്റെ നാരായണ. താനിപ്പോ എന്താ പറഞ്ഞേ? നാരായണ. നാരായണ. ഇനി എനിക്ക് നിധി കിട്ടണമെങ്കിൽ ആ നാരായണൻ കുട്ടിയും കൂടെ തപ്പണം. അല്ലെങ്കിൽ നാരായണൻ നായര്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും നാരായണ. അവരെത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തുമോ ശങ്കു? ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഒന്ന് മിണ്ടായിട്ട് എങ്ങാനും നമുക്ക് മുമ്പ് എത്തിയാലോ? നീ പേടിക്കാതിരിക്കേ, എനിക്കൊരു ഷോർട്ട് കട്ട് വഴി അറിയാം. കുറച്ച് ചുറ്റണമെന്ന് മാത്രം. അയ്യോ, ഇനിയിപ്പോൾ ഇതെങ്ങോട്ട് പോകും? സ്ട്രെയിറ്റ് പോവോ ലെഫ്റ്റ് പോവോ? ഓക്കെ, ലെഫ്റ്റ് പോവാം, അതായിരിക്കും റൈറ്റ്. ആരോടെങ്കിലും കണ്ടാ ചോദിക്കണേ. എന്ത്? നിധി എവിടെയാണോ? ഓ, മണ്ടത്തിന് പറയാതിരിക്കും. പറഞ്ഞതല്ല, വന്നതാ. അയ്യോ, ഇതെന്തത്? പാലോ? ആദ്യമായിട്ട് ടോള് കൊടുക്കാത്തൊരു പാലം കാണും. നീ ഇറങ്ങി. എന്താ ശങ്കു? ഇറങ്ങടി. എന്താ? നിക്കേ, നീ വലിച്ചടി. ബാഗ് പഠിക്കാനല്ലോ, നിന്നോട് ഇത് പഠിക്കാനാ പറഞ്ഞു. ഒന്ന് പഠിക്കണ്ട. നീ പഠിക്കാൻ ഇനിയെങ്ങാൻ ഈ ഷോർട്ട് കട്ട് മണത്ത് പിടിച്ച് വന്നാൽ മക്കളെ കസിൻസ് നിങ്ങൾ അവിടെ കട. അതെ, നമുക്കെന്തിനാ ഈ വടി? എന്താന്ന്? ഈ വടിക്ക് വേണ്ടിയല്ലേ നീ ആ പാലം പൊട്ടിച്ചേ? ഈ വടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ആ പാലം പൊട്ടിച്ചെന്നാ? അല്ലേ? അമ്മൂമ്മടെ കുറെ നേരമായി തുടങ്ങിട്ട് അവളുടെ മിണ്ടായിരുന്നോളാം കേട്ടല്ലോ. വണ്ടി തിരിച്ചുവിട. എന്താ മുതലാളി, മൈസൂര് നേരല്ലേ? എടാ, നിന്നോട് വണ്ടി തിരിച്ചുവിടാനാണ് പറഞ്ഞത്. ശരിയാ മുതലാളി, ഒന്നുമില്ലെങ്കിലും അവര് നമ്മളെ പിള്ളേരല്ലേ. നിധി അവരെടുത്തോട്ടല്ലേ? മുതലാളിയുടെ തങ്കപ്പെട്ട മനസ്സാ. എന്റെ പട്ടി കൊടുക്കും അവർക്ക്. എടാ, വണ്ടിയിൽ മൈസൂർ പോയാൽ എത്തുമ്പോ നാളെയാവും. 15 കിലോമീറ്റർ പുറകെ പോയാൽ എസ്റ്റേറ്റ് പ്ലെയിൻ കിട്ടും. അതിൽ പോയാൽ അവർക്ക് മുമ്പേ നമുക്കെത്താം. ദേവി മഹാലക്ഷ്മി, ഞാനിതാ പറന്നെത്തുന്നു. വണ്ടി തിരിക്കടാ, വായി നോക്കിയിരിക്കാതെ. എന്റെ മുതലാളിയുടെ അവന്മാരെ കളി. വണ്ടി ഓ, എന്തിനാ ബാസി ഈ കാട്ടിലൂടെ? എടി പൊട്ടിക്കളി, ഇതൊരു ഷോർട്ട് കട്ടാ. അവന്മാർക്ക് അറിയില്ല. അവന്മാരെത്തിന് മിനിമം 3 മണിക്കൂർ മുമ്പ് നമ്മളെടുത്തു. ഐഡിയ. You're so clever, ബാസി. അയ്യോ ബാസി, ദേ നോക്ക്, വണ്ടി നിർത്താൻ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. അയ്യോ, what to do now, ബാസി? No problem.
സിമ്പിൾ. ഈ ഡിസ്റ്റൻസ് ഏതാണ്ട് ഒരു 8 മുതൽ 10 അടി വരെ വരും. ഉദ്ദേശം ഒരു 65 കിലോമീറ്റർ സ്പീഡിൽ 45 ഡിഗ്രി ആംഗിളിൽ 248 ഇഞ്ച് ഉയരത്തിൽ ബൈക്ക് ചാടിച്ചാൽ നമ്മൾ അപ്പുറത്തെത്തും. പിന്നെ താങ്ക് യു. ഒന്നും സംഭവിക്കില്ല. सॉरी यार, माफ कर दो यार. എന്തു പറ്റി? ഈ വൃത്തികെട്ട കൈകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതാര്? എൽസമ്മയും ആൺകുട്ടിയോ? ഞങ്ങൾ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത, പക്ഷേ വീണുപോയി. അയ്യോ, ഞങ്ങളെ വെടിവെക്കല്ലേ പ്ലീസ്. വീരപ്പൻ മൈസൂരിലെ സുനാമി വന്നപ്പോ ചത്തില്ലേ? ഈശ്വര, ആ പൊട്ടൻ ചക്കറിനെ വല്ല തിമിംഗലവും പിടിച്ച് വിഴുങ്ങി കാണണേ. തിമിംഗലം കാട്ടിനുള്ളില്. അവനിപ്പോ ആ ഗുഹയിലെത്തി നിധി എടുത്ത് കാണും. ഹലോ ഹലോ, വെൽക്കം ടു മൈസൂർ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. നിങ്ങളെന്താ തലകുത്തി നിൽക്കണേ? அவனை கீழ இருக்குங்கடா. இந்த காட்டுல என்ன பண்றீங்க? இந்த முருகப்பனை பிடிக்க வந்த சிஐடி ஆபீசரா அல்ல டிவி சேனல் ரிப்போர்ட்டரா? துப்பாக்கி விடுறா. തുപ്പാക്കി പിടിച്ചാലേ തല ചുറ്റിട്ടാണ தலை சுட்டுதா? இப்ப புரிஞ்சு போச்சு. நீங்க 3 friends. உங்களுக்கு 3 பேருக்குமே கேன்சர். ക്യാൻസറാ? Poor boy. உங்க லாஸ்ட் டேஸ் என்ஜாய் பண்றதுக்காக இந்த காட்டிலே வந்திருக்கு. അയ്യോ, എനിക്കൊരു ജലദോഷം പോലും ഇല്ല അണ്ണാച്ചി. ഞാനിവിടെ ബിൽസില ഇൻ ദ ജംഗിൾ എന്നുള്ള ആൽബത്തിന്റെ ലൊക്കേഷൻ കണ്ടിന് വേണ്ടി വന്നതാ. சத்தியசிலாவா? அப்ப நீ? ഞാൻ വെടിവെക്കാൻ വന്നാ. என்ன? ஷூட்டிங் பிராக்டிஸ் பண்ண வந்தேன். ஏஷியாடுக்கு தயார் பண்ணிட்டு இருக்கேன் சாமி. அப்ப நீ? എനിക്ക് വഴി തെറ്റിയതാ. ഒരേ കൺഫ്യൂഷൻ ആച്ചേ. എന്താ ജംഗിളോ? വാട്ട് റബ്ബിഷ് അങ്കു. നീ അല്ല പറഞ്ഞ കാട്ടിൽ എന്തോ സ്വർണ്ണ പ്രതിഭയുണ്ട്, വൈരങ്ങളുണ്ടെന്നൊക്കെ. என்னது? Correct Anju. Basi, what is this shooting practice and all ya? How stupid. Isn't it already? Yeah, I know. Ram, ഇനി നീ എൻ്റെ അടുത്ത് കള്ളം പറയൽ നിർത്തിയിട്ടില്ല അല്ലേ? വീരപ്പൻ അങ്കിൾ ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കാട്ടിൽ മുഴുവൻ കോടികളുടെ സ്വർണ്ണം ഉണ്ടെന്നാ. നിങ്ങളെക്കാളും വലിയ കള്ളന്മാരാ ഇവര്. ലയേഴ്സ്. என்னங்கடா காட்டிலே விக்கிரகமா? அதுவும் தங்க விக்கிரகமா? அது வந்து அண்ணாச்சி அது വെറുതെ പറയാ. എല്ലാം തീർന്നു. വട്ടായിരിക്കും. இந்த மாதிரி காமெடி சன் டிவில கூட பார்த்ததில்லடா. வட பசங்களா, 25 வருஷமா நான் இந்த காட்டிலே சர்வீஸ் பண்றேன்டா. அந்த மாதிரி நிதி இருந்தா நான் இந்த ஆனக்கொம்பு சந்தன வேட்டி எல்லாம் விட்டு மந்திரியோ எம்எல்ஏயோ ஆயிருப்பேன்டா. அவங்க கெட்ட வித்து விடுங்கடா. பொருளெல்லாம் திரும்பி கொடுத்துரு. ஏதோ பைத்தியக்காரன் பசங்க. പോ. ശങ്കു, എനിക്ക് വിശക്കണം. ഇവിടെ അടുത്ത് ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഹോട്ടലും കോപ്പും. നമുക്ക് ഈ പരിപാടി ഇനിയും തുടരണോ? എന്തോടെ ഇത്? കൊള്ളക്കാർക്ക് പോലും വിശ്വാസം വരുന്നില്ല. അതിന്റെ പിന്നാലെ നമ്മൾ. എന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം. പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ചേക്കണം. ഓക്കെ ആണോ? ഞാൻ ഇപ്പോഴേ ഉപേക്ഷിച്ചു. പാവഞ്ചു. അല്ല, നീ എങ്ങോട്ടാ? ആ വഴിക്ക്. ഈ മല കിടന്ന സന്നിധാനത്തെത്തും. ഞാൻ ശബരിമലയ്ക്ക് പോവാ. ഓ,
അപ്പൊ ഇവള് താഴെ പമ്പേര് വെയിറ്റ് ചെയ്യും. പമ്പിലോ? പമ്പയില് വാ മഞ്ജു. അല്ല അപ്പൊ നിങ്ങളെങ്ങോട്ടാ? ഞാൻ ഈ ഊളാമ്പാറയിലേക്ക്, എനിക്ക് അവിടെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ. വാങ്ങിച്ചു ഈ ഞാനെന്നാ നേരെ വീട്ടിലേക്കാണ്. നീ എങ്ങോട്ടെങ്കിലും പോടാപ്പാ. ഇത് തന്നെ സ്ഥലം. ഉള്ളിയുടെ മനുഷ്യനെ കൊതിപ്പിക്കുന്നതാണ് കഴുതേ. ഉള്ളിവിടെ പോയിട്ട് ഒരു തുള്ളി ചായ പോലും കിട്ടാത്ത സ്ഥലമാ. വയറുകിടന്ന് തള്ളക്കി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരെ കുറേ അപ്പോഴാ അവന്റെ ഉള്ളി. അയ്യോ മുതലാളി, ഞാൻ ഉള്ളിവടയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഉള്ളി ഗുഡ് സ്ഥലപ്പേര്. ആ ചെറുക്കൻ അഞ്ചുമോളോട് പറഞ്ഞ സ്ഥലപ്പേരാ. നടന്ന് എന്റെ കാല് കഴിച്ചു മുതലാളി. നമസ്കാരം. ഈ വഴി അല്ലു അല്ല അല്ലി. 3 മക്കളല്ലേ പോയതല്ലേ കണ്ടതല്ലേ? ഇയാളൊരു വഴി വെച്ചിട്ട് തെറി പറയണം. ഓ ആ മലയുടെ മെള്ളക്കോ? അയ്യോ ഇത് മാമനല്ല, ഇതെന്റെ മുതലാളി. മലയാളികളാണല്ലേ? അതിനാണോ ഇത്ര കിടന്ന് പാടുപെട്ടത്? വഴി പറഞ്ഞാണോ വിക്കിപീഡിയെ? ആ വഴിയെ പോണോ? പോവരുത്. ഈ വഴിയെ പോണോ? പോരുത്. ഈ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സാറേ ഈ വഴിക്കാ പോയത്. ആണോ? എലിഫന്റ് ചാണകോ? നീ ആനപ്പിണ്ടമെന്നാണോ ഉദ്ദേശിച്ചത്? ഈ വഴിക്ക് പോയാ വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തും. ശ്രദ്ധിച്ചു കേട്ടാ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം എവിടുന്നോ കേൾക്കാം. ആണായി ജനിച്ചത് എത്ര നന്നായി. അവന് മൂത്രം ഒഴിക്കാൻ കണ്ട നേരം. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ വിചാരിച്ചൊരു ക്ലൂ കിട്ടിയെന്നാ. ഓ, നിങ്ങളൊക്കെ ഇതിനെ ക്ലൂ എന്നാണോ പറയണേ? ഹിമാലയം കീഴടക്കിയവന് പോലും ഇത്രയും ചാട ഉണ്ടാവില്ല. പറ്റുന്ന പണി ചെയ്താ പോരായിരുന്നോടെ? പറ്റി. ദൈവമേ, 101 പെട്ടി മെഴുകുതിരി എത്തിച്ചേക്കണം. കറക്കിക്കൊണ്ടിരിക്കാതെ എറിയടേ. പശുവിനെ കറക്കുന്ന പോലെ അല്ല ഇത്. കൈ പിടിച്ച് ഉയർത്തിയത് ഞാനാന്ന് ഓർമ്മ വേണേ. ഇവിടെ ഒരു ബോട്ടൊന്നും കാണുന്നില്ലല്ലോ. നീ അവിടെ കൊണ്ട് കെട്ടിട്ട് വേണം. നീ ആദ്യം പോ, ഞാൻ പുറകെ വന്നോളാം. സാറ് ഇതൊന്ന് കെട്ടി. നീ അങ്ങോട്ട് ഇറങ്ങടാ, ഞാനിവിടെ കയറ് പിടിച്ചിരിക്കാം. ഓക്കേ. നോക്കി പോണേ കേട്ടോ. റാം, നമുക്കിത് വേണ്ട. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഇത് എന്തിനെങ്കിലും സൈൻ ആണെങ്കിലോ?
എന്താ നോക്ക് ഇതത് തന്നെ വാ. ഇതെന്താ മുള്ളംപന്നിയുടെ ഗുഹയോ? മുള്ളംപന്നിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഗുഹയൊന്നും ഇല്ലടി. ഒന്ന് ആലോചിച്ച് നോക്കി. ടിപ്പുവും അതുപോലെ തന്നെ നമ്മുടെ സാമൂതിരി സേനാനികളൊക്കെ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. റാം, tell me something. ടിപ്പുവും പടയാളികളും ഈ വഴിയിലൂടെ എങ്ങനെയാ പോയിട്ടുണ്ടാവുക? കുതിരപ്പുറത്തായിരിക്കും അല്ലേ? അയ്യോ, അപ്പൊ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. നീ ആ പാലം പൊട്ടിക്കാൻ നിന്നത് എല്ലാത്തിനും കാരണമായ. അല്ലെങ്കിൽ നമ്മൾ ടിപ്പിന് മുമ്പ് എത്തിയേനെ. ആർക്ക് മുമ്പ് എത്തിയാനേന്ന്? ടിപ്പു സുൽത്താന് മുമ്പ് നമ്മളിവിടെ എത്തിയാനെ എന്നല്ലേ? ഒറ്റ കീറിയാൻ വെച്ചിട്ടുണ്ടല്ല. ഇനി ഇതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി നിധി കൊപ്പൊക്കെ എടുക്കാനായിട്ട്. കുറെ നാളായി. നിങ്ങൾ ആക്ച്വലി ഇത്രയും മണ്ടികളാണോ അതോ നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണോ? ഇവളുമാരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവരുണ്ടാക്കിയ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അയാളെ പറഞ്ഞാൽ മതി. മുതലാളി മുതലൊന്നും ഇല്ലെന്ന് പറഞ്ഞാണോ? അങ്ങനെ അതും കടന്നു. ഇനി നിധിയും കൊണ്ട് എനിക്ക് കിടക്കണം. മടികളാണ് കാര്യം കഴിഞ്ഞിട്ട് നീട്ടി പിടിച്ചോണ്ട് നടക്കാണ്. വല്ല പുലി ഇറങ്ങി വരുവോടെ? ഇതെന്താ 3 വഴി? ഇതിൽ ഒരു വഴിയല്ലേ ഉള്ളൂ. ആ പൊട്ടക്കണ്ണം വരച്ച മാപ്പല്ലേ? ഇനി ഇവിടെ 50 വഴികളുണ്ടെങ്കിലും അയാൾ ഒരു വഴിയേ കാണുള്ളൂ. ഇതിലേതാ കറക്റ്റ് വഴി? കറക്റ്റ് വഴി ഏതാന്ന് പറഞ്ഞ പിന്നെ അതിലേ പോകില്ലേ? മിണ്ടായിട്ട് മക്കളെ. ആ നമുക്ക് ഇതിലെ പോവാം. നീ ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് പോകും, നീ അതിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. നീ ഏത് വഴിക്ക് പോകുന്നു? ഞങ്ങൾ ഇതിലേ പോകും. നീ വേണേ ഇത് വഴി പോയിക്കോ. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇതിലെ പോകും. അത് വേണം, ഞങ്ങൾ ഇത് വഴി പോകും. നീ വേണേ അത് വഴി പോയിക്കോ. നീ പോടാ. അപ്പൊ ഞാൻ എന്തൊരു മെച്ചൂരിറ്റി ഇല്ലാത്ത പോലെ. ആരേത് വഴിക്ക് പോണെന്ന് പക്വതയോടെ തീരുമാനിക്കണം. ഇങ്ങോട്ട് വന്നേ. Ingy pingy pongy, father had a donkey, donkey died, father cried, ingy pingy pongy, pongy po. ഞാൻ പോങ്ങിയൊന്നുമില്ല, നീ കൗണ്ട് ചെയ്ത് തെറ്റി. ഞാൻ ഇതാണോടോ നിന്റെ പക്വത? Oh guys, don't fight. Basi, I have an idea. Okay? You go with Ranju. ഞാൻ ശങ്കരനോടൊപ്പം. അഞ്ജു രാമിന്റെ കൂടെ പോയിക്കോട്ടെ. No more tensions. Okay? Okay. ഇരുട്ട് കോടിക്കോടി വരാണല്ലോ. നിധി കിട്ടിയ അവരറിയാതെ നിന്നാ. ഓ ഒന്നുമില്ല. Unbelievable. ഇതിനകത്തെന്തെങ്കിലുമൊക്കെ കാണോ? പാമ്പ് തോലെന്നല്ലേ ഞാൻ പറഞ്ഞു. ബാസി, ഏതായി ഈ കുതിരക്കാരൻ? ഓ, ഇത് കുതിരക്കാരനല്ല, ടിപ്പു സുൽത്താനാ. യെസ്, ഇതാണ് എൻ പോയിന്റ്. നോക്കട്ടെ. നോക്ക്. ഈ വാള് അവർ കുത്തിവെച്ചിരിക്കുന്ന എന്തിന്റെയോ സൂചന പോലെയല്ലേ? എക്സാക്ട്ലി. അതെ, ദാ നിധിയിലേക്ക് ചൂണ്ടി നിൽക്കുന്ന പോലെ. ശരിയാടാ, ഇത് തന്നെയായിരിക്കും. പള്ളി പറഞ്ഞാൽ മതിയോ?
How are you? ஃபாரஸ்ட் எல்லாம் நல்லா என்ஜாய் பண்ணியாச்சா? ஆண்டவா, எம்மா எம்மா, தங்கமா வைரமா, இத்தனை வருஷம் இந்த காட்டுக்குள்ள எந்த முருகப்பனுக்கு தெரியாம? താങ്ക് യു പസുക്കളെ, താങ്ക് യു. ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി അണ്ണാച്ചി. അത് ഞങ്ങളെ പുച്ഛിച്ച് തള്ളിയിട്ട് പോ. ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഇത് ഞങ്ങളുടെ യോഗ്യനായ പിടിക്കടാ.